Welcome to Bindu's Dreams. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ രാവിലെ അടുക്കള പണിയിലാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കട്ടൻ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ ആൻസൂട്ടം വന്നിട്ട് ആൻസിന് പാല് വേണം, ബൂസ്റ്റ് ഇട്ട് കഴിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പാല് അടപ്പിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആൻസ് പാല് നോക്കിക്കോളാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവനെ കുപ്പിയിൽ നിന്ന് പാലെടുത്ത് ഒളിപ്പിച്ചത്. പക്ഷേ ആ സമയത്ത് അവന് ടോയ്ലറ്റിൽ പോകേണ്ടി വന്നു. അപ്പം ഞാൻ രാവിലെ ജോലിയിലൊക്കെ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് കഴിച്ച ഒരു ആഹാരമാണ് കേട്ടോ. അപ്പം അതുണ്ടാക്കാൻ വേണ്ടി ആൻസിങ് വരുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കാമായിരുന്നു. ഇതിപ്പം അവൻ ഇങ്ങനെ ഒരു പണിയും തന്ന ടോയ്ലറ്റിൽ കയറി ഇരിക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കേണ്ട വന്നു. കട്ട പോസ്റ്റ്. അപ്പം പാല് നോക്കാനായിട്ട് നമ്മുടെ ആൻസൂട്ടിന് ഇവിടെ എത്തിയിട്ട് പുറം തിരിഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. നീ ഒരു വലിയ ഗ്ലാസ് കൊണ്ടുവന്നേടാ. നിനക്കുള്ള പാല് മാറ്റിയിട്ട് എനിക്ക് ചായ ആക്കാൻ വേണ്ടിയാ. നിനക്കൊരു വലിയ കപ്പ് എടുത്തോണ്ട് പോവാ. അവിടെ നിൽക്കുക, വലിയ ഗ്ലാസ് എടുത്തോണ്ട് പോവാ. അവിടെ നിന്ന് വേഗം കൊണ്ടുപോവാ, നനങ്ങി നടക്കാം. ഗ്യാസ് കയറി പോവും. കൈ മാറ്റേ, കയ്യില് ചാടൂലേ. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അവിടെ കൊണ്ടുപോകും. ഒരു ഗ്ലാസ്സും കൂടെ ഒഴിച്ചു വെച്ചേക്കാം. ഇവിടെ എങ്ങോട്ടൊരു ഗ്ലാസ് അത് അവിടെ തന്നെ എടുത്താൽ മതി. അപ്പൊ ഞാൻ വലിയ കപ്പിലേക്ക് ഒഴിച്ചാൽ മതിയായിരുന്നു. എന്തേ ഇരിക്കുന്ന കപ്പിലേക്ക് ഒഴിച്ചാൽ മതിയായിരുന്നു. അത് ഓക്കെ. ഇത് രണ്ടായിരിക്കാണ്. കൊണ്ടോക്കോ. ഇന്നലത്തെ ബാലൻസ് എത്താണോ? ഇന്നലത്തെ മറ്റവൾ പൊട്ടിക്കാൻ പോകണോ? അവന് 2 ഗ്ലാസ് കൊടുത്തു പാല്. അവനല്ല ആരോഗ്യം വേണ്ടേ. അവനല്ല ആരോഗ്യമൊന്നും ഇല്ലാത്തത്. അപ്പൊ ഞാൻ എന്റെ പണിയിലേക്കൊക്കെ കിടന്നുണ്ട്. അതാ പാൽച്ചായയൊക്കെ കുടിച്ച് നമുക്ക് ജോലി ചെയ്യാം. അപ്പൊ ഇത് കണ്ട ഞാനൊക്കെ പറഞ്ഞ് തന്നതാട്ടോ. ആണോന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കൊണ്ടുവന്നിപ്പോ വെളുത്തൊക്കെ ഇരിക്കുന്നു. എന്താന്നറിയാവോ, വേറൊന്നുമല്ല, നീലക്കാച്ചിലാന്നൊക്കെ പറഞ്ഞ് തന്നതാ. ഇതിപ്പം നീലയാണോ? ആണാണ്. സത്യത്തിന് മൂക്കും നാക്കൊന്നും ഇല്ലേ? ചേട്ടാ, ഒന്നിങ്ങ വരാമോ? ചേട്ടനോട് വേറിട്ടൊന്നും അറിയില്ല, വേറെ ആരും. എടാ, ഇതിലെവിടെയാണോ മൂക്ക്? ഇതാണ്. ചേട്ടാ, ഒന്നിങ്ങ വരുവോ? ചേട്ടാ, വെയിറ്റിംഗ്. മൂക്ക് മുറിച്ചു. ഞാൻ നാളെ ഏതോളം അടർത്തിയെടുത്തേ. പണി തന്നോ? അവര് മൂക്ക് തരാതെ അവര് നല്ല ദേശം മാത്രം തന്നു.
അതെ അതല്ല ഇത് ഇതല്ലേ മൂക്ക്. മൂക്കാതൊന്നുമല്ല. അതെ കണ്ടോ, ഇവിടെ നിന്നല്ല ഇങ്ങനെ ഇറങ്ങി വന്നേക്കണേ. അത് പോയിട്ടൊന്നുമില്ല. തീരെ ഇച്ചിരി കട്ടിയിലെടുക്കാൻ ചേച്ചി പറഞ്ഞ. ഇത് തല മാറ്റണം. ഇതാണ് മൂക്ക്. ഇപ്പൊ ഇതില് എവിടെ കുഴിച്ചിട്ടാലും എന്നാ പിന്നെ ഓടനോടെ എടുക്ക്. അവിടെ എടുക്ക്. അങ്ങനെയല്ല, അത് വട്ടം പൊയ്ക്കണത് അങ്ങനെയല്ല. തന്നെ കമത്തി പിടിക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ എടുക്ക. ഇനി അതിനെ കണ്ടിക്കണം. വേണ്ടാന്ന് കൊണ്ടോക്കോ. ചാരത്തിൽ കൊണ്ട് ഇത് ഇങ്ങനെ ചെത്തി വെക്കണം. അതറിയാൻ മുളകൊന്നുമില്ലേ? തുന്നി വെക്കുക. ഞാൻ നട്ടിട്ടൊന്നുമില്ല. നീ കാണാത്ത എന്തോ ചേട്ടൻ നട്ടിട്ടുണ്ടോ എന്തെങ്കിലും കാച്ചിൽ വല്ലതും നട്ടിട്ടുണ്ടോ ചേട്ടാ? പണ്ട് വീട്ടിൽ എന്തോരം കാച്ചിൽ. അത് പണ്ട് വീട്ടിലുണ്ട്. ചേട്ടൻ നട്ടിട്ടുണ്ടോ? ഞാൻ നട്ടിട്ടുണ്ട്. ഇവിടെ ചേട്ടൻ നട്ടിട്ടുണ്ടോ? ഫ്രണ്ടിൽ നട്ടിട്ടുണ്ട്. ശരി. ഓ അങ്ങനെ ഇത് ഞാൻ കറി വെക്കാനാ, അല്ലാത്ത പുഴുങ്ങാനാ. ഇത് കറി വെച്ചോ. അല്ല ഇത് പറ്റില്ല. ഇത് എന്റെ കോൺട്രിബ്യൂഷനാ. ഞാൻ വെച്ചോളാം. നട്ടാ പിടിച്ചോട്ടെ. എന്റേതായ എന്തേലും വേണ്ടേ? ഇത് എന്നാ നടന്ന നാളെയാ? ഇത് ചായത്തിൽ മുക്കിട്ട് മുളച്ചു വേണം. മുളച്ചില്ലേലും വെച്ചാ മതി. തന്നെ മുളച്ചോളൂ. മണ്ണി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുളയ്ക്കാത്തൊന്നുമില്ല. അത് മുറിക്കണ്ട ചേട്ടാ. മേഴ്സി ചേച്ചി പറഞ്ഞ ഇച്ചിരി കട്ടി വെക്കണമെന്നാ. ഇനി ഒന്നും മുറിക്കാൻ നിൽക്കണ്ട. അത് എന്റേതാ. അത് അങ്ങനെ കൊണ്ടോക്കെ. ഇപ്പം ചെത്തിക്കൊണ്ടിരുന്ന സാധനം കാണാതെ പോയി ആയതാ. അപ്പൊ ഞാൻ ഇതെല്ലാം ചെത്തി ചെത്താ അറിയാമോ ചേട്ടാ? എത്ര നാള് കൂടിയാ നീലക്കാച്ചിൽ കാണുന്നേ. സത്യത്തിൽ ഇത് നീലയൊന്നും അല്ലട്ടോ, ഇത് വയലറ്റ് ആണ് കളർ. കണ്ട, വയലറ്റ് കളറാ നീലക്കാച്ചിൽ എന്ന് പേരും. വയലറ്റ് അപ്പൊ ആരായി? ശശി. പലർക്കും പക്ഷെ ഇഷ്ടമല്ല കേട്ടോ. എനിക്കൊരു ഊരാളി ചെമ്പ് കൊണ്ടുതോ ചേട്ടാ നാട്. വാഴച്ചുണ്ടല്ല ചേട്ടാ, ഊരാളി ചേമ്പ്. നാക്കിലേ മൂക്കിലേ നീ കുടിച്ചോടാ. ഇങ്ങനെ ചരടിയാ മതിയായിരിക്കും അല്ലേ? ചേർന്നുമ്പോ അതിന്റെ തൊലിയൊക്കെ പോകുന്നുണ്ടല്ലോ. ഇതുപോലെ ഈ കപ്പയും കാച്ചിലൊക്കെ കഴുകുമ്പോൾ സിങ്കിലേക്ക് ചെളി വീഴും. അത് കഴുകിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പിന്നെ സിങ്ക് വൃത്തിയാക്കുക. അപ്പോൾ സിങ്ക് നമ്മൾ ജോലി കഴിഞ്ഞിട്ട് അത് വൃത്തിയാക്കുന്നത് നമ്മൾ കാണിക്കത്തില്ല. നമ്മൾ പണി കഴിഞ്ഞ് അത് കഴിക്കുന്ന വീഡിയോക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും? സിങ്ക് ഒന്നും ജന്മം ചെയ്ത് വൃത്തിയാക്കാറില്ല, ചെളി പിടിച്ചിരിക്കുക എന്നൊക്കെ തോന്നും. അത് വെറും തോന്നലുകൾ മാത്രമാണ് സുഹൃത്തുക്കളെ. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ എല്ലാം കാഴ്ചകളല്ല. നമ്മൾ കാതുകൊണ്ട് കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ഒറിജിനൽ ശബ്ദങ്ങളും അല്ല. അതിന് തിരിച്ചറിവുണ്ടാകണം. തിരിച്ചറിവ്. കാതുകൊണ്ട് കേൾക്കുന്ന ശബ്ദങ്ങളെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പൂച്ചേനെയും പട്ടീനെയും ഒക്കെ അനുകരിക്കുന്ന മനുഷ്യന്മാരില്ലേ, സൗണ്ട് അനുകരിക്കുന്നത്. നമ്മൾ ഒറിജിനലാണെന്നല്ലേ ഓർത്തോളൂ. പ്രേതങ്ങളുടെ സൗണ്ടാണെന്നും പറഞ്ഞ് അനുകരിക്കുന്നവരില്ലേ, അത് പ്രേതമാണോ? സത്യത്തിൽ അല്ലല്ലോ. അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും എല്ലാം സത്യമായിരിക്കണമെന്നില്ല. അതിന് നമുക്ക് ഭയങ്കര തിരിച്ചറിവ് കൂടിയാണ് കേട്ടോ. അപ്പം ഞാൻ
കാര്യം ചെയ്യാൻ പോവാം. ഇതിനെ എങ്ങനെ ഇച്ചിരി കട്ടിയിൽ വേണമായിരിക്കൂലേ, അല്ലെങ്കിൽ ഇത് വേവില്ലായിരിക്കൂലേ, അല്ല വെന്ത് പോകൂലേ. മുറിച്ചതിന് ശേഷം കണ്ണോടെ ഒന്ന് കഴിക്കും. അവിടെ ഇരുന്ന് വേവട്ടെ. ചായ ഉണ്ടാക്കിയ പാത്രം കഴുകി വെച്ചില്ലായിരുന്നു, അതങ്ങ് കഴുകി വെക്കാം. അപ്പം കാച്ചിൽ അവിടെ ഇരുന്ന് വേവട്ടെ, നമുക്കൊരു കൂട്ടം പറിക്കാനായിട്ട് പോകാം. ഫ്രൈ സൈഡ് ആ അതിങ്ങോട്ട് മറഞ്ഞു വീണു. വല്ലാത്ത ചതിയായിപ്പോയി. എന്നാൽ പിന്നെ മുളക് പറിക്കാനായിട്ട് പോകുമ്പോൾ അതിങ്ങളെ കൊണ്ട് കളയാന്ന് ഓർത്തതാ. ചേന, ചേമ്പ്, കാച്ചിൽ ഇതെല്ലാം അങ്ങനെ ചാണകത്തിൽ പൊതിഞ്ഞ് വെച്ചേക്കണം. ഞാനല്ലേ പറഞ്ഞേ, ചാണകത്തിലല്ലോ ചേനയും ചേമ്പൊക്കെ. ഇതിനെ ചാണകത്തിൽ പൊതിഞ്ഞ് വെച്ചേക്കണേ. ആരാ പറഞ്ഞേ? ആ ഞാൻ മുളക് പറിക്കാൻ വന്നതാ. പട്ടിക്കഷണോ? പിന്നെ എന്തിനാ എടുത്തരാന്ന് വെച്ചിട്ട് പിന്നെ അതിന്റെ ഇടയ്ക്കവിടെ തിങ്ങി ഞെരിങ്ങി വരുന്നത്. ഓ പെടകളൊക്കെ ഭയങ്കര ഹാപ്പിയാണല്ലോ. ആ പെട വന്ന് എന്നോട് ചോദിക്കുവാ എന്നാ വേണ്ട സുഖമാണോന്ന്. പൂവന്മാരൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നും ഇല്ലല്ലോ. എനിക്കാണെങ്കിൽ മുളകൊന്ന് പറിക്കണമായിരുന്നു. ഒരു കൈയിൽ ഫോണ്, മറുകൈയിൽ ഞാന്. അപ്പോൾ ഞാനീ മുളകൊക്കെ ഒന്ന് പറിക്കട്ടെ. നമ്മുടെ കാച്ചിലിന് ചമ്മന്തി ഉണ്ടാക്കാം. ഇപ്പം ഇതാ നമ്മൾ കാന്താരി മുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ആ കോഴിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അതേ പിള്ളേരൊക്കെ ഇവിടെ വിശ്രമത്തിലൊക്കെയാണ് കേട്ടോ. ഇതായിരിക്കുന്നു ചേട്ടൻ ഇതിലേക്ക് നോക്കി നടക്കുന്നു. ഓ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി ചേട്ടൻ ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇരിപ്പിടമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ കയറി ഇരുന്നോ പിള്ളേരെന്ന്. നമ്മുടെ താറാക്കുട്ടന്മാരിരിക്കുന്നതുണ്ടോ, നമ്മുടെ പൂവന്മാർ നടക്കുന്നതുണ്ടോ. ബൊമ്മാസ് ഇതാ ഒളിഞ്ഞു നിന്ന് നോക്കുന്നു. ഇവന് ബൊമ്മാസ് എന്ന് പേരിട്ട് എന്നെ വേണം തല്ലാൻ. എൻ്റെ ബൊമ്മാസിനും കൂടെ നാണക്കേടുണ്ടാക്കാൻ. നിലവിൽ ദവം നിൽക്കുന്നുണ്ട്. അലങ്കാരക്കോഴിയാണ് പോലും. നാടൻ കോഴിനേക്കാൾ കഷ്ടമായിട്ടാണ് നടക്കുന്നത്. കരിങ്കോഴി കൽകം അവിടെ നിന്ന് പപ്പും തോലൊക്കെ വിടർത്തുന്നു. ഇതാ ആനസിൻ്റെ കൈ കയറി ഇരുന്നിട്ട് അയ്യ പാവോന്നും പറഞ്ഞ് കരയുന്നു. പൊക്കോ പൊക്കോ പൊക്കോ. അതിങ്ങനെ മയിൽ നടക്കും പോലെ നടന്നോളും, പിന്നെ ഒരു കുഴപ്പമില്ല. ടർക്കിക്കോഴിന്ന് പേരും. അലങ്കാരക്കോഴി. ഒരു സ്നേഹമില്ലല്ലോ. ഒന്ന് നോക്കട്ടെ. പിന്നെ ഇച്ചിരി പാടാണ് പിടിക്കാനൊക്കെ. മേത്ത് ചെളി വെട്ടിക്കരുത്, ഞാൻ കുളിച്ചിട്ട് നിൽക്കണ ചേച്ചിയാണ് കേട്ടോ. സുഖമൊക്കെയാണോ? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
പിടിപ്പിക്കാൻ ഇച്ചിരി പാടാണല്ലോ. നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ് ഇണങ്ങി ഒരുമിച്ചങ്ങ് പോയാൽ എന്നാ കുഴപ്പം. എന്താണേലും ഇത്രയും വരെ എത്തി. ചിക്കൻ കടയിൽ നിന്ന് കൊണ്ടുവന്നു. നീ നിൻ്റെ ആയുസ് കയറുന്നവരെ ഇവിടെ ദൈവം എടുക്കുന്നോടം വരെ നമ്മളായിട്ടൊരു പരിപാടിക്കും വരില്ല. നീ ഇത് വല്ല അറിയണമുണ്ടോ? വെയിറ്റ് ഇല്ലാത്തവന് വെയിറ്റ് എന്ന് പറഞ്ഞ സാധനം ഇവനില്ല. ഈ ചെറുക്കന് വേറെ പണിയൊന്നുമില്ലെന്ന്. ഓ അപ്പം ഞാൻ പോവാണ് കേട്ടോ. ഞാൻ പോവാ. നമ്മുടെ കാച്ചിലൊക്കെ ഇതാടാ, ഈ മുട്ട ഇങ്ങെടുത്തോടാ. എടുക്ക അങ്ങെടുക്ക. അന്നേരം നീ ഓടിക്കണ്ട. നീ അവിടെ നിൽക്ക. ആ പെടകളൊക്കെ ഓടൂടാ. മുട്ടയിട്ട് നമ്മൾ കണ്ട പുതിയ ഡിഷ് വാങ്ങിയിട്ട് ഇവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മഴ പെയ്താലേ അല്ല ആ എല്ലാവർക്കും കിട്ടില്ല. ആ താറാവിന് വേണ്ടി ഒരെണ്ണം ആ ഭാഗത്ത് കൊണ്ട് വെച്ച് കൊടുക്കും കേട്ടോ. അല്ല ഈ പെണ്ണുങ്ങൾ താറാവിനെ തീറ്റിക്കില്ല. അതേ വന്ന് നിൽക്കണോക്കിക്കേ. താറാവിനും കുഞ്ഞുങ്ങൾക്കും കൊണ്ട് അവിടെ വെച്ച് കൊടുക്കുക. ഈ പെടകൾ എപ്പോഴും ഇതിന് ചുറ്റുവാ. അപ്പോൾ തവിടും അരിയും ആ നടുക്കേക്ക് ഇടണ്ടായിരുന്നു. അയ്യോടാ വിശന്നിരിക്കുമായിരുന്നു. പേടിച്ചു പോയി. പെടകളെ കണ്ടപ്പോൾ പോയി ചേട്ടാ. തിന്നാക്കിട ബാ. നിങ്ങൾക്ക് തീറ്റ വേറെ വെച്ച് തരാം കേട്ടോ. ബാ വാ ചേട്ടാ. ബാ രീതി വാ. രീതി വാ. കോഴി പൊക്കെ. കോഴി പൊക്കെ. കോഴി അവിടെ പോയി തിന്നേ. കുശുമ്പിപ്പേടാ. ആ താറാവിനെ തീറ്റിക്കാതിരിക്കാൻ നോക്കുന്നത്. അവളിതൊന്നും അറിഞ്ഞിട്ടില്ല. അവളതേ പുല്ലും കുത്തി നടക്കുന്നു. ഫസ്റ്റ് അല്ലേ അവരൊരുമിച്ച് കിടക്കുന്നവരല്ലേ. തിന്നോ കുഞ്ഞുങ്ങളെ, താറാ കുഞ്ഞുങ്ങളെ. പടകൾ വരാതെ ഞാൻ നോക്കിക്കോളാം. പാറുമാര് കുശുമ്പിപ്പാറുകൾ നിൽക്കുന്നുണ്ടോ? തീർത്ത് അപ്പുറത്തോളം ഉണ്ടോന്നറിയാൻ വേണ്ടി താറാവ് വന്നതാ. വഴക്കുണ്ടാക്കണോ? ഇവിടെ ഭയങ്കര വില്ലത്തിയാട്ടത് അവള്. തല പൊക്കിയ അവള് ഒരു കുശുമ്പീനെ കണ്ടില്ലായിരുന്നോ? അവൾ ഇതൊന്നും അറിഞ്ഞില്ല ചേട്ടാ. തീറ്റ കൊടുത്തു ഒന്നും അറിഞ്ഞില്ല. അതവളെ നില പൊത്തിക്കോട്ട് നിൽക്കുമായിരുന്നു അവള്. ഭയങ്കര രസവാ. കുശുമ്പി പോണോക്കി. കുശുമ്പി തലയും പൊക്കി വരുവാ കുഞ്ഞുങ്ങളെ കൊത്താൻ വേണ്ടി. ആ വെന്ത് ആ കാല് കഴുകിയിട്ട് കയറുവാ. ഈ സാധനം ഇറങ്ങിപ്പോണ്ട. അപ്പം പിന്നെ വെന്തില്ലേ? വേണ്ട വിട്ടും പോയി. കോരി എടുത്താ പോരെ? എടുക്കാം. നീലക്കാച്ചിലാന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ നീല കളർ മറ്റേ ഇല്ലല്ലോ. പണ്ടൊക്കെ നല്ല നീലയായിരുന്നു. ഇത് ഉമ്മ എന്നതാ നീല മൊത്തം. ഇതിനെ കളർ അടിച്ചു വെച്ചായിരുന്നോ? വെള്ളത്തിന് ഭയങ്കര കറുത്ത കളറ്.
നീലക്കാച്ചിലെന്ന് വെറുതെ ആട്ടാ പേര്. കാച്ചിൽ വെന്ത് കഴിഞ്ഞപ്പോൾ വെള്ള കളറിൽ വന്ന്. നീ ഒത്തിരി ചീത്ത ഇളക്കണ്ട. 2 കഷ്ണം കപ്പ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ കപ്പയും കൂടെ ഇതിനകത്തിട്ട് ചൂടാക്കിയല്ലോ. അങ്ങനെ ഇടാൻ പറ്റുമോ? എടുത്ത് മൊത്തം ഇതാ നീല കളറാന്ന് പറഞ്ഞിട്ട് കാച്ചിലിന് വലിയ നീല കളർ മറ്റേ ഇല്ലല്ലോ. പണ്ടൊക്കെ നീല കളറിന് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് ഈ കുപ്പിയുടെ അടപ്പ് പോലെ ഇരുന്നു ഇതേ കളറായിരുന്നു. ഇപ്പം തന്നെ ഇത് ഇങ്ങനെ ഇരിക്കുന്നതാ. ഞാൻ പെര കഴുകിയിട്ടേക്കോ, ഒറ്റണത്തിന് പെരക്കകത്ത് കയറ്റാൻ നിർത്തിയേക്കോ. ഓ കാലിൻ്റെ അടി കാണിച്ചേ, ഒന്നാ കാണിച്ചേ. ചെളിയാ പൊക്ക. അവിടെ നിക്കണ്ട, പോ അപ്പുറത്തോടെ വാ. നിന്നെ കാലിൻ്റെ അടി കാണിച്ചേ, അത് പെർഫെക്റ്റാ. പേടിയുണ്ടായിരുന്നെ എന്നെ ചേട്ടാ. ചമ്മന്തി ഉണ്ടാക്കണം. ആ ചെരുപ്പം എടുത്തോണ്ട് കൊടുത്തേടാ. അപ്പുറത്തോടെ കയറി കേട്ടോ. അതവിടെ ഇരുന്ന് ആറട്ടെ, അവിടെ ഇരുന്ന് ആറിക്കോളൂ. നീ മാറ, ചോറ് വറക്കണം ഇനി. കൊടുത്ത് കുറഞ്ഞ കഞ്ഞോളാ ശരിക്ക് വെള്ളം ഒഴിച്ചായിരുന്നു. അപ്പോൾ മോളിക്കൂടെ വെള്ളം കയറുന്നുണ്ടോ? അങ്ങനെ അത് വെള്ളം കൂടുതലുണ്ട്. ചമന്ന് വരണം ശരിക്കും. ആ മറ്റേ ആ സാധനം ഇല്ലേ, അതും കൂടെ ഇടുകയാണെങ്കിൽ ചോറ് പോകാതെ അത് തടഞ്ഞങ്ങ് നിൽക്കും. അപ്പം നമുക്ക് കാച്ചിലിന് എന്തെങ്കിലും ഒരു ചമ്മന്തി കൂടി ഉണ്ടെങ്കിലല്ലേ നല്ലത്. കാച്ചിലേക്ക് വേണമെങ്കിൽ തേങ്ങയൊക്കെ ചിരകി ഇടാം കേട്ടോ. ഉപ്പും തളിച്ച് തേങ്ങയും ചിരകി ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും കൂടെ ചതച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ ഈ മിക്സിയിലിട്ട് അടിച്ചെടുക്കുവാണെങ്കിൽ ഒരു കാര്യമാണേ, അങ്ങോട്ട് അവിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുത്താലും അത് അത്ര പെർഫെക്റ്റ് ആകത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ കല്ലിലിട്ട് ഇടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇടിച്ചെടുക്കാം. ആൻസറിന് എടുക്കുവാടാ. മുട്ട എണ്ണി നോക്കുവാണോ? ആ എണ്ണിയാ മുട്ട. ആ അതാ കാന്താരി മുളകും ചുവന്നുള്ളി, കുഞ്ഞി ചുവന്നുള്ളിയും കൂടെ കൂടിയിട്ട് ചതച്ച ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ആ എരിവൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ കാന്താരി മുളക് കൊളസ്ട്രോളിന് ബെസ്റ്റാണ്, പക്ഷേ എനിക്ക് കൊളസ്ട്രോളും കുറവാണ്. അപ്പം ഞാൻ നേരത്തെയൊക്കെ കൈ കൊണ്ടായിരുന്നു തിരുമ്മിക്കൊണ്ടിരുന്നത്. വിരൽ ഉപയോഗിച്ചിരുന്നത് പിന്നെ വിരൽ പുകഞ്ഞിട്ട് നിൽക്കത്തില്ല. എത്ര ദിവസം എത്ര വെളിച്ചെണ്ണ തേച്ചിട്ട് പോകണില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ സ്പൂൺ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ അതാ നമുക്കൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാവേ. ഇതേ വെളിച്ചെണ്ണ വറക്കല്ലേ, ഇത് അടച്ചു വെച്ചാടാ. 19 കലണ്ടറാണല്ലോ. ഇത് ഏത് സ്കൂളിലെയോ? പൂമാല സ്കൂളിലെയോ? ഇതിന്റെ അടപ്പ് എന്തിടാ? ഉപ്പിന്റെ തുറന്നു കൊടുക്കടാ.
അപ്പൊ ദാ നമ്മുടെ കാച്ചിലും നീലക്കാച്ചിലും കാന്താരി മുളകും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായക്കുള്ള വെള്ളം വെച്ചതേ ഉള്ളൂ. ചായയുടെ കാര്യം ഞാൻ അങ്ങ് വിട്ടുപോയി. അപ്പോൾ ചേട്ടനെ ഇത് കണ്ടിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ചേട്ടൻ കഴിക്കുവാണ്. എനിക്ക് തരാറൊക്കെ ഉണ്ട് കഴിക്കുമ്പോൾ. എന്താണ് ചിരിക്കുന്നത്? അപ്പോൾ ഇതാണ് നമ്മുടെ നീലക്കാച്ചിലും. അതുപോലെ തന്നെ നമ്മളൊരു പാത്രത്തിൽ നിന്ന് കഴിക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ എനിക്ക് വാട്ടായി ഈറ്റിനിടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭംഗി തോന്നിയില്ലാത്തത് കൊണ്ട് ഞാനൊരു സെപ്പറേറ്റ് പാത്രത്തിൽ എടുത്തെന്നൊക്കെ ഉള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് തന്നില്ല. അവൻ്റെ ഒരു കട്ട് മുളകും വെച്ചിട്ട് ആ മുളക് തിരിച്ചിടാ ഇങ്ങോട്ട്. അങ്ങനെ നമ്മൾ കാച്ചിലൊക്കെ വേവിച്ച് ഒത്തിരി നാൾ കൂടിയാണ് നീലക്കാച്ചിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതാ നീലക്കാച്ചിലും കാന്താരി മുളകും. മുളകിന് വലിയ എരിവൊന്നുമില്ല കേട്ടോ, അല്ലേ? വലിയ എരിവില്ല. അപ്പോൾ അത് എടാ നിലത്തി ആടിയ മുളക് എടുത്ത് കളഞ്ഞേക്കാവോ? ഉള്ളിയാന്നോണ് ചാടിയെ. അപ്പം നീലക്കാച്ചിലും ദാ കാന്താരി മുളകും. ഹാൻസിന് ജലദോഷമാണ് കേട്ടോ. എന്ത് ചെയ്താൽ മാറുന്നില്ല. ഇവിടെ കട്ടൻ ചായ റെഡിയായി. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് കട്ടനൊക്കെ എടുക്കാൻ പോയതായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ മോതിരത്തിൻ്റെ ഇടയ്ക്ക് കാന്താരിമുളക് കയറിയിരുന്നത് അറിഞ്ഞില്ല. ചമ്മന്തി കയറി ഇരിപ്പുണ്ടായിരുന്നു. അത് ദേ പുകഞ്ഞൊരു പരുവുമായി. കൈ ഇപ്പം നീറിയിട്ടിരിക്കാൻ പാടില്ല. കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് ചിരിച്ചോണ്ടൊന്നും ഇരിക്കണ്ട. ചേട്ടൻ നേരത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കട്ടനും കുടിച്ച് ചിരിച്ചോണ്ടിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ. ഇപ്പം അവസാനം ഞാൻ മാത്രമായി. എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ ശശിയാ. ഓ എന്താ ചിരി! ചേട്ടനിങ്ങനെ വീഡിയോയിൽ നിറഞ്ഞു നിൽക്കുക. സൂം ചെയ്ത് വെച്ചേക്ക ഫേസ്. ഞാൻ ഇതൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അവർ 1.5 മണിക്കൂർ ഇച്ചിരി ചോറ് കഴിക്കണം. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ ചായ ഇടാൻ പോയതായിരുന്നു. 3 മിനിറ്റ് വേണം, 4 മിനിറ്റ് വേണ്ട ഭക്ഷണം കഴിച്ചിട്ട് പോയി. ഞാൻ ചായ ഇട്ടോണ്ടിരിക്കുവായിരുന്നു. ഞാൻ മനഃപൂർവ്വം വൈകിച്ചതല്ല. എന്നെ അന്ന് മനസ്സിലാക്കാൻ ഇവിടെ ഈ വീട്ടിൽ ആരുമില്ല. ചേട്ടൻ ഒട്ടും മനസ്സിലാക്കുന്നില്ല. ഇല്ല, ഒട്ടും മനസ്സിലാക്കുന്നു. ഇതിൽ പോയി ഇത് എടാ കൈ നീറുന്നല്ലോടാ. ഒളിച്ചിരിക്കാൻ. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയിട്ടോ. ഇങ്ങനെ സത്യത്തിൽ ഇത് ഈവനിങ്ങിന് കഴിക്കണതല്ലേ ശരിക്കും? കാച്ചിലൊക്കെ കട്ടനൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ നോക്ക് ഗൈസ്. രാവിലെ അല്ല, ഈ വൈകുന്നേരം മാത്രം കഴിക്കുന്നതൊന്നുമല്ല. നമ്മൾ എപ്പോൾ വേണമെങ്കിൽ കാച്ചിൽ കഴിക്കണം. പക്ഷെ ഇതിനൊക്കെ നല്ല വെള്ള കാച്ചിലാണ്. ടേസ്റ്റ് ഇച്ചിരി ഇത്. പക്ഷെ ഇത് ടേസ്റ്റ് ഇല്ല, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മറ്റേൻ്റെ അത്ര ടേസ്റ്റ് വരില്ല. എനിക്ക് തന്നെയാണല്ലോ ഇഷ്ടപ്പെട്ട്. അപ്പം നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ എന്താ എന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞോണം. വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തൊക്കെ ചെയ്യണം? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം. പേരിലേക്കൊക്കെ എത്തുള്ളൂ. അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്ക് ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.